പരപ്പനങ്ങാടി പാലത്തിങ്ങലിലെ വിവാദമായ റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ കേന്ദ്രം പൊളിച്ചുമാറ്റിയെങ്കിലും കമ്പോസ്റ്റിനെ ചൊല്ലി പരപ്പനങ്ങാടിയിൽ രാഷ്ട്രീയ പോരുമുറുകുന്നു. എൻലൈറ്റ് ന്യൂസ് ഇംപാക്ട്. റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ കേന്ദ്രം പൊളിച്ചുമാറ്റിയതോടെ മുസ്ലിം ലീഗ്, CPIM കനത്ത രാഷ്ട്രീയ പോരിലേക്ക് കടന്നു. ഇരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടുകയാണ്. നഗരസഭയിൽ വേസ്റ്റ് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് പ്രതിമാസം 30,000 രൂപ വാടക വാങ്ങുന്നത് സംബന്ധിച്ച വാർത്തയാണ് എൻലൈറ്റ് മീഡിയ പുറത്തുവിട്ടത്. ഇതോടെ വിഷയം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഏറ്റെടുത്തു. പാലത്തിങ്ങൽ അങ്ങാടിയോട് ചേർന്ന ഭൂമിയിൽ 3 വർഷത്തിലേറെയായി പരപ്പനങ്ങാടി നഗരസഭയിലേക്കും ജില്ലയിലെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള റിംഗ് കമ്പോസ്റ്റ് നിർമ്മിച്ചു തുടങ്ങിയിട്ട്. എന്നാൽ നഗരസഭയ്ക്ക് ഈ ഇനത്തിൽ 1 രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉന്നതരായ ചില കൗൺസിലർമാർ ലക്ഷക്കണക്കിന് രൂപ ഈ ഇനത്തിൽ കൈപ്പറ്റിയെന്നാണ് ആരോപണം. എൻലൈറ്റ് വാർത്തയെ തുടർന്ന് കമ്പോസ്റ്റ് യൂണിറ്റ് ഇവിടെയൊന്നും പൊളിച്ച് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അടിസ്ഥാനരഹിതമായ ആരോപണം പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാട്ടി CPIM പ്രവർത്തകരായ അഫ്താബ് കൊളോളി, AP മുജീബ്, മഹ്ഷൂം BK എന്നിവർക്കെതിരെ പരപ്പനങ്ങാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഷാഹുൽ ഹമീദും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദും പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇതുവരെ പരാതിയിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് വിവരം. പരപ്പനങ്ങാടി നഗരസഭ 20ാം ഡിവിഷൻ കൗൺസിലർ കോളത്ത് ഹസീസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഷാഹുൽ ഹമീദ് എന്നിവർക്കെതിരെ CPIM പ്രവർത്തകരായ AP മുജീബ് വിജിലൻസ് DYSPക്കും അഫ്താബ് കൊളോള തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിനും വേസ്റ്റ് കമ്പോസ്റ്റ് യൂണിറ്റിലെ അഴിമതി സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇരു കൂട്ടരും സമൂഹ മാധ്യമങ്ങളിൽ തുറന്ന പോര് തുടരുന്നതിനിടെ CPIM നെടുവ ലോക്കൽ കമ്മിറ്റി നാളെ മെയ് 15-ന് പാലത്തിങ്ങലിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടി മുസ്ലിം ലീഗിലെ തർക്കവും റിംഗ് കമ്പോസ്റ്റ് വിവാദവും പരപ്പനങ്ങാടിയിൽ ചൂടൻ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. എൻലൈറ്റ് മീഡിയ, പരപ്പനങ്ങാടി.